ഹായ്, ഞാൻ നീതു ജിജിൻ. ഞാനിന്ന് പറയാൻ പോകുന്ന ടോപ്പിക്ക് റിസർവേഷൻ ഇഷ്യൂസ് ഇൻ ഇന്ത്യയിലെ സംവരണ പ്രശ്നങ്ങൾ. ഇന്ത്യൻ ഭരണഘടനയിൽ ജാതി, മതം, ലിംഗം, വർഗം, പ്രാദേശിക വ്യത്യാസങ്ങൾക്ക് അതീതമായിട്ടുള്ള ഒരു സമൂഹത്തെയാണ് വിഭാവനം ചെയ്യുന്നത്. എങ്കിൽ പോലും നമ്മുടെ ഭരണഘടനാ നിർമ്മാതാക്കൾ നമ്മുടെ രാജ്യത്തെ കഷ്ടത അനുഭവിക്കുന്ന ജനങ്ങൾ, അതായത് SC/ST വിഭാഗങ്ങൾ, അതായത് പിന്നോക്ക വിഭാഗങ്ങൾ, ഇവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ചില നിർദ്ദേശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ആർട്ടിക്കിൾ 15(4) പ്രകാരം സാമൂഹ്യ സാമ്പത്തിക പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക്, അതായത് SC/ST വിഭാഗത്തിൽപ്പെട്ട പൗരന്മാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ടുള്ള ചില നിർദ്ദേശങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കൂടാതെ ആർട്ടിക്കിൾ 16(4) പറയുന്നുണ്ട് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട പൗരന്മാരുടെ ജോലിയിലുള്ള സംവരണത്തെ പറ്റിയിട്ട്. അതേപോലെ തന്നെ പാർട്ട് 4, നമുക്കറിയാം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 4 എന്ന് പറയുന്നത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ DPSP, നിർദ്ദേശക തത്വങ്ങൾ. അതിലൂടെ കഷ്ടത അനുഭവിക്കുന്ന അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകൾ നടപടികൾ എടുക്കണമെന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം റിസർവേഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്സ്, പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ടുള്ള സംവരണങ്ങൾ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ പ്രധാനമായിട്ടും 2 തരത്തിലാണ് സംവരണം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് പൊളിറ്റിക്കൽ റിസർവേഷൻ, രാഷ്ട്രീയ സംവരണം. 2 എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് റിസർവേഷൻ, അതായത് വിദ്യാഭ്യാസത്തിനും തൊഴിലിനുമുള്ള സംവരണം. ഇനി നമുക്ക് പൊളിറ്റിക്കൽ റിസർവേഷൻ എന്താണെന്ന് നോക്കാം. പട്ടികജാതി പട്ടികവർഗക്കാരുടെ സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക താൽപ്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ആർട്ടിക്കിൾ 330, 332 എന്നീ നിയമങ്ങൾ പ്രകാരം അവർക്ക് വേണ്ടിയിട്ടുള്ള സീറ്റുകളിൽ, അതായത് നമ്മുടെ രാഷ്ട്രീയ മേഖലയിലുള്ള അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ അവർക്ക് സംവരണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പാർലമെൻറ്റിലേക്കും സംസ്ഥാന നിയമനിർമ്മാണ സഭയിലേക്കും ജനസംഖ്യയുടെ ആനുപാതികത്തിൻ്റെ അടിസ്ഥാനത്തിൽ സീറ്റുകൾ സംവരണം ചെയ്ത് വിജയിപ്പിക്കേണ്ടതാണ്. ഭരണഘടനയുടെ 95-ാം ഭേദഗതി പ്രകാരം 2009 60 വർഷം എന്നത് 70 വർഷമായി ഉയർത്തുകയുണ്ടായി. ആകെയുള്ള ലോക്സഭാ സീറ്റ്, അതായത് 545 ഇപ്പോഴുള്ള നമ്മുടെ ലോക്സഭാ സീറ്റ്, അതിൽ 120 സീറ്റും പട്ടികജാതി പട്ടികവർഗക്കാർക്കായിട്ട് സംവരണം ചെയ്തു നൽകിയിരിക്കുന്നു. ഈ 120 സീറ്റിൽ 79 സീറ്റുകൾ പട്ടികജാതിക്കാർക്കും 41 സീറ്റുകൾ പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ടുമാണ് മാറ്റിവെച്ചിരിക്കുന്നത്. ഇനി അടുത്തത് റിസർവേഷൻ ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ്. ആർട്ടിക്കിൾ 16 പ്രകാരം രാജ്യത്തെ എല്ലാ പൗരന്മാർക്കും ഉദ്യോഗ മേഖലകളിൽ തുല്യ സമത്വം പ്രദാനം ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് ചില പ്രത്യേക നിർദ്ദേശങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ആർട്ടിക്കിൾ 46 പ്രകാരം പിന്നോക്ക വിഭാഗങ്ങളുടെ സാമൂഹ്യ, സാമ്പത്തിക, വിദ്യാഭ്യാസ പുരോഗതിക്ക് വേണ്ട നടപടികൾ കേന്ദ്ര ഗവൺമെൻറ് കൈക്കൊള്ളണമെന്നുള്ള നിർദ്ദേശങ്ങളും ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. 1982 ഭരണഘടനാ ഭേദഗതി പ്രകാരം 5 വർഷത്തേക്ക് പൊതുമേഖലാ സ്ഥാപനങ്ങളിലെയും സർക്കാർ സഹായത്താൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെയും നിയമനങ്ങൾ യഥാക്രമം 15%, 7.5% പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്നു. 2005 93-ാം ഭരണഘടനാ ഭേദഗതി പ്രകാരം സ്വകാര്യ സ്ഥാപനങ്ങളിലും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്യാനുള്ള ഒരു നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരികയുണ്ടായി. അപ്പോൾ എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയ മേഖലകളിലും വിദ്യാഭ്യാസ മേഖലകളിലും തൊഴിൽ മേഖലകളിലും പട്ടികജാതി പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ സംവരണം നൽകുന്നുണ്ട്. നമുക്കറിയാം വിദ്യാഭ്യാസ മേഖലയിൽ പറയുകയാണെങ്കിൽ കുട്ടികൾക്ക് സീറ്റ് റിസർവേഷൻ കൊടുക്കുന്നുണ്ട്, അല്ല. SC/ST വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾക്ക് ഇത്ര സീറ്റ് റിസർവേഷൻ ചെയ്തു വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ അവർക്ക് പഠിക്കാൻ വേണ്ട സഹായങ്ങൾ, സ്കോളർഷിപ്പ്, ഗ്രാൻഡ്, അങ്ങനെ പല വിദ്യാഭ്യാസ സഹായങ്ങളും ഗവൺമെൻറ് നൽകുന്നു. അതേപോലെ തന്നെ തൊഴിൽ മേഖലയിൽ നമുക്കറിയാം ഇപ്പോൾ PSCൻ്റെ എക്സാമിൽ തന്നെ ആയാലും എന്താണ് ഇത്ര സീറ്റ് അല്ലെങ്കിൽ അവർക്ക് സ്കോർ ഇത്ര മതി എന്നുള്ളതൊരു നിബന്ധന അല്ലെങ്കിൽ ഒരു നിയമമുണ്ട്, അല്ലേ. അതായത് പിന്നോക്ക വിഭാഗങ്ങളെ അല്ലെങ്കിൽ SC/ST വിഭാഗങ്ങളെ മറ്റുള്ള ജാതിക്കാരോടൊപ്പം അല്ലെങ്കിൽ മതത്തിൻ്റെ ഒപ്പം ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അവർക്ക് നമ്മൾ പ്രത്യേക ചില സംരക്ഷണങ്ങൾ നൽകുന്നത്. എന്നാൽ നമ്മുടെ രാജ്യത്ത് ഇവർ ഒരു പ്രത്യേക സംവരണം നൽകുന്നതിൻ്റെ പേരിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് പട്ടികജാതി പട്ടികവർഗ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്നത് കൊണ്ട് നമ്മുടെ രാജ്യത്തുണ്ടായിട്ടുള്ള പല പ്രോബ്ലംസ്. ഇപ്പോൾ നമ്മൾ പൊളിറ്റിക്കൽ റിസർവേഷൻ പറഞ്ഞു, എഡ്യൂക്കേഷൻ ആൻഡ് എംപ്ലോയ്മെൻറ്റ് റിസർവേഷൻ പറഞ്ഞു.
ഈ റിസർവേഷൻ മൂലം ഉണ്ടാവുന്ന ചില പ്രോബ്ലംസ്. ഇപ്പോൾ പൊളിറ്റിക്കൽ റിസർവേഷൻ ആകുമ്പോൾ രാഷ്ട്രീയ മേഖലയിൽ പട്ടികജാതി പട്ടികവർഗ്ഗക്കാർ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗങ്ങളുടെ എണ്ണം വളരെ കുറവാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ തരത്തിലുള്ള ഒരു സംവരണം അവർക്ക് വേണ്ടി നൽകിയിട്ടുള്ളത്. അതായത് പട്ടികജാതി പട്ടികവർഗ്ഗ അല്ലെങ്കിൽ പിന്നോക്ക വിഭാഗത്തിലെ ആൾക്കാരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവരിൽ നിന്നും ചില ആൾക്കാരെ തിരഞ്ഞെടുക്കുകയാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ ഒരു സംവരണം അവർക്ക് നമ്മൾ കൊടുക്കുന്നത്. വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലുമാണ് കൂടുതൽ സംവരണ പ്രശ്നങ്ങൾ ഉണ്ടാവാറുള്ളത്. അതായത് ഒരു ഉദാഹരണം പറയാം. സ്കൂളിൽ ഇപ്പോൾ ഒരു അഡ്മിഷൻ്റെ ആവശ്യത്തിന് വേണ്ടി പോകുന്ന സമയത്ത് ഒരു ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി, പക്ഷേ ഉയർന്ന ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥിയാണ്, അവർക്ക് നല്ല സ്കോറും ഉണ്ട്. പക്ഷേ അതേ ഒരു സമയത്ത് ആ സീറ്റിന് വേണ്ടിയിട്ട് മറ്റൊരാൾ പട്ടികജാതി പട്ടികവർഗത്തിൽപ്പെട്ട ഒരു വിദ്യാർത്ഥി, സ്കോറ് ഈ ഉന്നത ജാതിയിൽപ്പെട്ട വിദ്യാർത്ഥിയെക്കാട്ടിലും കുറവാണ്. പക്ഷേ ആർക്കായിരിക്കും സീറ്റ് കൊടുക്കുക? ഈ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്കും സീറ്റ് കൊടുക്കുക. കാരണം അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവരുടെ ഉന്നമനത്തിന് വേണ്ടി നമ്മൾ അവർക്ക് ചില പ്രത്യേക സംരക്ഷണം നൽകുന്നതിൻ്റെ പേരിലാണ് ഈ ഒരു വ്യത്യാസം അവിടെ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ പേരിൽ പല ആൾക്കാരും പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട്. എന്തുകൊണ്ടാണ് ജാതി നോക്കിയിട്ട് അവർക്ക് പ്രത്യേക സംരക്ഷണം കൊടുക്കുന്നത്? നമുക്ക് കിട്ടേണ്ട ഒരു സീറ്റാണ് അവിടെ നഷ്ടമാവുന്നത് ഇല്ല. അപ്പോൾ അങ്ങനെ പല പ്രശ്നങ്ങളും ഈ ഒരു മേഖലയിൽ ഉണ്ടാവാറുണ്ട്. ഇതേപോലെ തന്നെയാണ് തൊഴിൽ മേഖലയിലും. പല ആൾക്കാർക്കും അവരുടെ യോഗ്യത അനുസരിച്ച് കിട്ടേണ്ട സീറ്റായിരിക്കാം ചിലപ്പോൾ ഈ ഒരു സംവരണത്തിൻ്റെ പേരിൽ നഷ്ടമാവുന്നത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മളൊരു കമ്മീഷൻ രൂപീകരിച്ചിരുന്നു. അതായത് പിന്നോക്ക വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് രൂപീകരിച്ച കമ്മീഷൻ. 1953 ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന സമയത്ത് കാക കലേക്കറെ അധ്യക്ഷനാക്കിക്കൊണ്ട് ഒരു പിന്നോക്ക വിഭാഗം കമ്മീഷനെ നിയമിക്കുകയുണ്ടായി. അതായത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളുടെ സാമൂഹ്യ സാമ്പത്തിക പ്രശ്നങ്ങൾ പഠിച്ച് റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു കമ്മീഷനെ നിയമിച്ചത്. എന്നാൽ ഈ കമ്മീഷൻ്റെ നിർദ്ദേശങ്ങളുടെ അനുസൃതമായിട്ട് ഒരു നടപടിയും ഗവൺമെൻറ് അന്ന് കൈക്കൊണ്ടിരുന്നില്ല. പിന്നീട് 1979 മൊറാർജി ദേശായി ഗവൺമെൻറ്റിൻ്റെ കാലഘട്ടത്തിലാണ് രണ്ടാമത്തെ പിന്നോക്ക വിഭാഗ കമ്മീഷനെ നിയമിക്കുന്നത്. അതായിരുന്നു മണ്ഡൽ കമ്മീഷൻ. BP മണ്ഡലിനെ അധ്യക്ഷനാക്കിക്കൊണ്ടുള്ള കമ്മീഷനായിരുന്നു ഇത്. അപ്പോൾ ഈ കമ്മീഷൻ്റെ പേരെന്താണ്? മണ്ഡൽ കമ്മീഷൻ. ആർട്ടിക്കിൾ 340 പ്രകാരമാണ് മണ്ഡൽ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. സാമൂഹ്യ സാമ്പത്തിക പിന്നോക്ക വിഭാഗങ്ങളുടെ അവസ്ഥകളെപ്പറ്റി പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കുക എന്നതായിരുന്നു മണ്ഡൽ കമ്മീഷന്റെ ഉത്തരവാദിത്വം. 1979 നിയമിച്ച മണ്ഡൽ കമ്മീഷൻ 1980 അവരുടെ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ 3743 ജാതികൾ ഇന്ത്യയിൽ സാമൂഹ്യ വിദ്യാഭ്യാസ പിന്നോക്ക അവസ്ഥ അനുഭവിക്കുന്നുണ്ട് എന്ന് കണ്ടെത്തി. ഇതിന്റെ ഫലമായിട്ട് അവർക്ക് രാഷ്ട്രീയ മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലും തൊഴിൽ മേഖലയിലും സംവരണം ഏർപ്പെടുത്തുകയുണ്ടായി. 1990 VP സിംഗ് പ്രധാനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് മണ്ഡൽ കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നത്. ഈ നിർദ്ദേശങ്ങൾ പാലിക്കുന്ന സമയത്ത് ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഈ ഒരു നിർദ്ദേശങ്ങളെ സ്വാഗതം ചെയ്ത സമയത്ത് ഇന്ത്യയിലെ യുവജനങ്ങൾ, അതായത് ഈ സംവരണത്തിൽ ഇല്ലാത്ത യുവജനങ്ങൾ ഇതിനെ എതിർക്കുകയുണ്ടായി. അങ്ങനെ മണ്ഡൽ കമ്മീഷന്റെ ഈ നിർദ്ദേശങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അന്ന് നമ്മുടെ രാജ്യത്ത് ഉണ്ടായി. അപ്പോൾ ഇന്ത്യയിലെ സംവരണ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഇത്രയും കാര്യങ്ങളാണ് ഉള്ളത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമ്മുടെ ഭരണഘടനയിൽ എന്താണ്, എല്ലാ പിന്നോക്ക വിഭാഗങ്ങൾക്കും അല്ലെങ്കിൽ SC ST വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് എല്ലാ മേഖലയിലും സംവരണം നൽകിയിട്ടുണ്ട്. ഇത് കാലാകാലങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവരാറുമുണ്ട്. അപ്പോൾ ഇത്രയുമാണ് റിസർവേഷൻ ഇഷ്യൂസിന് ഇന്ത്യയിലുമായിട്ട് പറയാനുള്ളത്. അടുത്ത ടോപ്പിക്കുമായി അടുത്ത വീഡിയോയിൽ കാണാം.